Welcome back to us football, guys. It is amazing to realize what a game of sport can do to your mental health. ഇത്രയും ഹോപ്പ് ഉണ്ടായ ഒരു മാച്ച് എൻ്റെ ജീവിതത്തിൽ അടുത്തങ്ങ് ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് ഈ ക്ലബിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു ഇന്നലെ. ആർസണൽ ക്ലബിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് വേറൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ കളിച്ചെന്ന് പറഞ്ഞാലും ടീമിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചിലൊന്നായിരുന്നു ഇന്നലെ. ലീഗ് അടിക്കുക എന്നുള്ളതാണ് ഏതൊരു ആർസണൽ ഫാൻ്റെയും ആഗ്രഹം. സോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പായിരുന്നു ഇന്നലത്തെ കളി. ഐ ആം ആക്ച്വലി പ്രൗഡ് അബൌട്ട് ഹൗ ആർസണൽ അപ്രോച്ച്. സ്റ്റാർട്ടിങ് ലൈനപ്പ് ആയാലും സെലക്ഷനൊക്കെ ആയാലും ഏകദേശം എൻ്റെ മനസ്സിലുള്ള പോലെയൊക്കെ തന്നെയാണ് ആർസണൽ സ്റ്റാർട്ട് ചെയ്തത്. സിറ്റിയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സിറ്റിയും അവരുടെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ടീമിനെ തന്നെയാണ് ഫീച്ചർ ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് സിറ്റ് ബാക്ക്, ഡോണ്ട് അട്രാക്ട് പ്രഷർ, നമ്മളും തിരിച്ചെന്തെങ്കിലും കാണിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അത് ആർസണൽ നന്നായി ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഇറ്റ് വാസ് ഓൾ 50-50. സിറ്റിയുടെ ചാൻസ് ആയാലും ആർസണലിൻ്റെ ചാൻസ് ആയാലും ഇറ്റ് വാസ് ഓൾ 50-50. അത് ഞാൻ സിറ്റി അടിച്ച ആദ്യത്തെ ഗോൾ വന്നത് പോലും ഇറ്റ് വാസ് എ മൊമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഷോക്കിയുടെ കിടിലൻ റണ്ണായിരുന്നു. അതിൽ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയത് ഈ ഗബ്രിയലിൻ്റെ മിസ്റ്റേക്കാണ്. ഹി ഷുഡൻ ഡൗൺ ക്രൗച്ച് ടു ഈസിലി. ഇത് പലപ്പോഴും സെൻറ്റർ ബാക്സിന് പറ്റുന്ന കാര്യമാണ്. ഐ ആം എ സെൻറ്റർ ബാക്ക്, എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭയങ്കര ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ വരുമ്പോൾ ഒരു നാച്ചുറൽ തോട്ട് ഓഫ് എ സെൻറ്റർ ബാക്ക് ഈസ് ടു ക്രൗച്ച്. അതിന് ഗാർഡൻ വാൾ സെൻറ്റർ ബാക്ക് എന്ന് പറയും. ഗാർഡൻ വാൾ എന്ന് പറഞ്ഞാൽ പൊക്കമില്ലാത്ത മതിലാണ് ഗാർഡൻ വാൾ. അപ്പോൾ ഒരു സെൻറ്റർ ബാക്കിൻ്റെ നാച്ചുറൽ ടെൻഡൻസിയാണ് ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ടു സ്റ്റോപ്പ് ഹിം ഫ്രം ഡ്രിബ്ലിംഗ്. അത് ഭയങ്കര നേരത്തെ ചെയ്തു എന്നാണ് എനിക്ക് ആ ഫസ്റ്റ് ഗോൾ ഫീൽ ചെയ്തത്. ചോക്കി അങ്ങനെ ഡ്രിബിൾ ചെയ്ത് വരുമ്പോൾ അത് അങ്ങനെ അത്ര പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ഗബ്രിയലിൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഗബ്രിയൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് വരുമ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കും എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ക്രെഡിറ്റ്സ് ടു ചോക്കി. അവരാ ഗോൾ എടുത്ത രീതി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാത്യാസ് ന്യൂനസ് ആ ഒരു ഹെഡർ വിൻ ചെയ്യുന്നതിന് ശേഷം ചോക്കി വെൻ ഹീസ് റണ്ണിങ് അറ്റ് ഗബ്രിയൽ ഹീസ് ആക്ച്വലി വെരി കോൺഫിഡൻറ്റ്. ഇയാൾ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഗോൾ അടിക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി പോണത് തന്നെ. അതേപോലെ തന്നെ ഗബ്രിയൽ മണ്ടത്തരം കാണിച്ചു, ചോക്കി ഗോൾ അടിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ആർസണൽ കാണിച്ച റെസ്പോൺസ് വാസ് റിയലി നൈസ്. ഡൊന്നാരുംബയുടെ ഒരു വലിയ മിസ്റ്റേക്കാണ്. നമ്മളിതിന് മുന്നേ ഈ ഗോൾ കീപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സിറ്റി വെൻ ബാക്ക് ടു എ ബോൾ സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പർ ബിക്കോസ് ഇനി അങ്ങനത്തെ പ്ലേയേഴ്സിന് ആവശ്യം കൂടി വരും എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഗോൾ കീപ്പറിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റിയിൽ അത്ര ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള പോകുന്നതെന്നും കൂടി നമ്മൾ തന്നെ അത് ഡിസ്കസ് ചെയ്തതാണ്. ആ മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്താണ് ആർസണൽ ഫസ്റ്റ് ഗോൾ അടിച്ചത്. ഇതാണ് കൈ ഹാവർട്സ് പിച്ചിലുള്ളതിൻ്റെ ഗുണം. കൈ ഹാവർട്സ് ഇങ്ങനത്തെ ഭയങ്കര വലിയ കോൺട്രിബ്യൂഷൻ നടത്തും. ഇന്നലെ കൈ ഹാവർട്സ് വിൻ ചെയ്ത ഡ്വൽസിൻ്റെ ഔട്ട്പുട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. കൈ ഹാവർട്സ് ഇങ്ങനെ ചെറിയ ചെറിയ ഡ്വൽസ് വിൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ആർസണലിൻ്റെ ഗുണം ഭയങ്കര വലുതാണ്. നമുക്ക് ബിൽഡപ്പിന് ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇപ്പോൾ FA കപ്പ് ഫൈനലിൽ ആർസണൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ശ്രമിക്കുമ്പോൾ അതിനുള്ള പ്ലേയേഴ്സ് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കെപ്പയ്ക്കാണെങ്കിൽ ഒരു പാസ് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ വിൽ ഗോ ലോങ്. അപ്പോൾ യോക്കറസ് ഡ്വെല്ല് വിൻ ചെയ്യില്ല, ഹോൾഡപ്പ് ചെയ്യില്ല. അപ്പോൾ പിന്നെയും സിറ്റിയുടെ ഇടയിലേക്ക് ബോൾ പോകും. കൈ ഹാവർട്സ് വന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പ് ദ പിച്ച്. പല ഡ്വെൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ലൊക്കേഷൻ ഒന്ന് മാറ്റേണ്ടി വരുന്നു. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ശ്രമിക്കുമ്പോൾ അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. സോ അപ്പ് ഫ്രണ്ട് കൈ ഹാവർട്സ് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ള കണ്ട മാച്ചാണ് ഇന്നലെ. പല ഡ്വെൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, പല ബ്രേക്ക് ഔട്ട്സ് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഡൊണ്ണാരുംബയുടെ മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സിറ്റിക്ക് പൊസഷൻ ഉണ്ടായിരുന്നു, അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഈവൻ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അഗെയിൻ സിറ്റി ഭയങ്കര ഫ്രണ്ട് ഫുട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ദേ ഹാഡ് ടു വിൻ ദിസ് എന്നൊരു ഭയങ്കര ആഗ്രഹമുള്ളവരാണ് അവർ കളിച്ചത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെഡ്വേക്കെ മാറി മാർട്ടിനെല്ലി വന്നു. മെഡ്വേക്കയ്ക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാച്ചായിരുന്നു. ഒറേലി ഭയങ്കര അഡ്വാൻസ് റോളിലാണ് കളിക്കണമെങ്കിലും ആ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആർസണലിൽ ഇന്നലെ ഒട്ടും പറ്റിയില്ല. മെഡ്വേക്കെ പോയതിന് ശേഷം മാർട്ടിനെല്ലി നിന്ന് വന്നപ്പോൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഇനഫ്. അതാണ് ഈ പ്രോപ്പർ വിങ്ങേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ അഭാവം ഇന്നലേക്ക് ആർസണൽ ഫീൽ ചെയ്തു. ബട്ട് ആഫ്റ്റർ 60 minutes ആർസണൽ ഹാഡ് ഇന്നഫ് ചാൻസസ്. കൈ ഹാവർട്സിന് പിന്നെ കിട്ടിയ ഒരു ഓപ്പൺ ചാൻസ് അതൊരു ദാറ്റ് വാസ് ദ ലീഗ് ഫോർ ആർസണൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എസയുടെ ഷോട്ട് പോസ്റ്റ് തട്ടിപ്പോയതായാലും ഗബ്രിയലിൻ്റെ ഷോട്ട് പോസ്റ്റ് തട്ടിപ്പോയതായാലും ആർസണൽ ഹാഡ് ഇന്നഫ് ചാൻസസ്. ഇവിടെ സിറ്റിക്ക് ഒക്കെ ആണെങ്കിൽ കിടലൻ ചാൻസ് ഉണ്ടായിരുന്നു. ഹാലൻഡിൻ്റെ ഒരു ഷോട്ട് ഗോൾ അടിക്കുന്നതിന് മുന്നേ പോസ്റ്റ് തട്ടിപ്പോയതാണ്. അത് കഴിഞ്ഞ് അഗെയിൻ ഹാലൻഡ് അടിച്ച് രണ്ടാമത്തെ ഗോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് അത് ഗബ്രിയലിൻ്റെ മിസ്റ്റേക്കാണ് അഗെയിൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കമ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിക്കലി ആർസണൽ ടൈറ്റിൽ ഓപ്ഷനിലൂടെ തീർന്നു.
എനിക്ക് തോന്നുന്നില്ല ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊക്കെ. ബിക്കോസ് സിറ്റിക്ക് ഇനി ബേൺലിയാണ് കളിക്കാനുള്ള അടുത്ത് ഈ മിഡ് വീക്ക്. അതവർ മിക്കവാറും ജയിക്കും. അപ്പോൾ ലെവൽ ഓൺ പോയിൻറ്റ്സ് ആണ്, എഹെഡ് ഓൺ ഗോൾ ഡിഫറൻസ് ആവും. അപ്പോൾ അഗെയിൻ 1 more സീസൺ വിത്തൗട്ട് ട്രോഫി അവൻ ഉള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇനി വാട്ട് നെക്സ്റ്റ് ഫോർ ആർസണൽ ഫുട്ബോൾ ക്ലബ് എന്ന് വെച്ചാൽ എനിക്ക് ഹോണസ്റ്റ്ലി എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത്രയും വലിയൊരു പൊസിഷനിലെത്തിയിട്ട് ഇതെങ്ങനെ കളയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. അത് കൺസിസ്റ്റൻ്റായിട്ട് കളയുന്നുമുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാണ് കൺസിസ്റ്റൻ്റായിട്ടൊരു ടീമിന് ഇങ്ങനെ തന്നെ ബോട്ടിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്? എത്ര വർഷമായിട്ട് ഇങ്ങനെ തന്നെ ബോട്ടിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്? എത്ര പോയിന്റ് ലീഡ് ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ കളയാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു ടീമിനെ പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇത് മെൻ്റൽ ഹെൽത്തിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയേക്കും. ഇറ്റ് ഈസ് ഹോപ്പ് ദാറ്റ് കിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി കില്ലിങ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് സീസൺ. ഇനി ആർട്ടേറ്റ നിൽക്കുമെന്ന് അറിയില്ല. ഇനി ആർട്ടേറ്റ സാക്കിയാണെന്ന് പറയുന്ന കുറേ ആർസണൽ ഫാൻസ് ഉണ്ട്. ബട്ട് ക്രെഡിറ്റ് ടു പെപ് ഗാർഡിയോള. മേ ബി ഇത് പുള്ളിക്കാരൻ്റെ അവസാനത്തെ സീസൺ ആയിരിക്കും ആൻഡ് ഹി വിൽ ഗോ അവേ വിത്ത് എഗെയിൻ 2 cups. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യം ആർസണൽ ഭയങ്കരമായിട്ട് ട്രൈ ടു ബ്രേക്ക് ഡൗൺ സിറ്റി ഇൻ മെനി വേസ്. എനിക്ക് തോന്നുന്നു ഈ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മേ ബി ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ ആയിട്ട് ജയിക്കാൻ പറ്റുമായിരിക്കും, ഫൈനലിൽ എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അഗെയിൻ ഫൈനലിൽ ജയിക്കുമെന്ന് എനിക്ക് ഒരു ഹോപ്പില്ല. സീസൺ ഇസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് ഐ ഫീൽ. എന്തായാലും ആർസണൽ ഫാൻസ് ലെറ്റ് മീ നോ ഇഫ് യു വിൽ കീപ് ആർട്ടേറ്റ ഓർ നോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.